ഗൈസ് അപ്പോൾ വ്യാഴാഴ്ചയായിട്ട് നമ്മുടെ കൊണാമിയാണെന്നുണ്ടെങ്കിൽ ഗെയിമിൻ്റെ പാച്ച് അപ്ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഗെയിം ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഇപ്പോൾ വന്നേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റമദാൻ ക്യാമ്പയിൻ്റെ ഒരു ഇവൻ്റാണ്. ഇതിലൊരു 100 കോയിൻ കിട്ടും കുറച്ച് ദിവസം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം തന്നെ ലോഗിൻ ചെയ്ത് ക്ലെയിം ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് കൊണ്ടുവന്നേക്കണ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം പ്ലാനിലാണ് നമ്മുടെ ഈ ഫോർമേഷൻ്റെ സംഭവമൊക്കെ മുകളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ സൈഡിൽ തന്നെയാണ് നല്ലത്. ഇപ്പോൾ ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറ്റി ഒരു ക്ലാസിക് ലുക്കിൽ നോക്കിയതാണ്. പക്ഷെ നമുക്ക് സുഖം ഈ സൈഡിലുള്ളത് തന്നെയാണ് നമുക്ക് സുഖമായിട്ട് തോന്നണത്. നമുക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ വന്നേക്കണത് മിഷൻസിലാണ്. മിഷൻസിൽ നമ്മുടെ റമദാൻ ക്യാമ്പയിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഒരു നല്ലൊരു പ്ലേയേഴ്സിനെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതിനകത്ത് 50 ടോക്കൺ വെച്ച് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആ ടോക്കൺ വെച്ച് നമുക്കൊരു അടിപൊളി പ്ലെയറിനെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏത് പ്ലെയർ ആണെന്നുള്ളത് വീഡിയോയുടെ ലാസ്റ്റ് കാണാം. അപ്പോൾ വീഡിയോ ആരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് നേരെ പാക്കിൻ്റെ സെക്ഷനിലേക്ക് പോകാം. പാക്കിൻ്റെ സെക്ഷനിലാണ് വന്നേക്കണമെന്നുണ്ടെങ്കിൽ ഡോട്ട്പുണ്ടെ 2026-25 പാക്കാണ് വന്നേക്കണത്. ഇതിൻ്റെ അകത്ത് മാനേജറായിട്ട് വന്നേക്കണമെന്ന് പറഞ്ഞാൽ നിക്കോ കോവാക്കോ എന്ന് പറഞ്ഞൊരു മാനേജറാണ് വന്നേക്കണത്. ആൾക്ക് 53 ഏജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത പാക്കും കാര്യങ്ങളാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എടുക്കുക. 1500 ടോക്കണും കാര്യങ്ങളുള്ളപ്പോൾ മാക്സിമം ഇപ്പോൾ എല്ലാവരും എടുക്കുക. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലോപ്പ് തിരിച്ചു വന്നേക്കണതാണ്. ക്ലോപ്പിൻ്റെ ഒറിജിനൽ നെയിമിലാണ് വന്നേക്കണത്. മറ്റേ എന്തോ ലൈസൻസ് ഒക്കെ എടുത്തിട്ടൊക്കെയാണ് വന്നേക്കണത്. 750 ടോക്കൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലോപ്പ് എന്ന് പറഞ്ഞാൽ മാനേജറിനെ കിട്ടുന്നതാണ്. ക്ലോപ്പിൻ്റെ ഒപ്പം തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അത്യാവശ്യം നല്ല പ്ലേയേഴ്സും കാര്യങ്ങളുണ്ട്. 2 പ്ലേയേഴ്സും കാര്യങ്ങളും ഉണ്ട്. 750 ടോക്കൺ വെറുത്താണ്. ഇപ്പോൾ ഈ ക്ലോപ്പിൻ്റെ അപ്ഡേറ്റ് ആയതുകൊണ്ട് നമ്മുടെ പാക്കിൻ്റെ സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഹമ്മദ് സാലിമിനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വെർച്വൽ മാൻഡ്രേക്കിനെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ താല്പര്യമുള്ളവരൊക്കെ എടുക്കുക. 100 ഇതാണ് കാണിക്കണത്. അപ്പോൾ അത്യാവശ്യം ടോക്കൺ പൊട്ടുന്നതാണ് ഇതിൻ്റെ അകത്ത് കിട്ടാനായിട്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കറക്കുക. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രസീലിൻ്റെ ബെപ്പറ്റോൻ്റെ ഒരു കാർഡ് മാത്രമായിട്ട് കൊണ്ടുവന്നേക്കണതാണ്. ഇത് കിട്ടാനായിട്ട് അത്യാവശ്യം കുഴപ്പമില്ല. എന്നാലും അത്യാവശ്യം ടോക്കൺ കിട്ടും. ഈ ഒരു പ്ലെയർ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അപ്പോൾ അത്യാവശ്യം ടോക്കൺ പൊട്ടുന്നതാണ്. 50 ലക്കും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. 50 സ്പിന്ന് മാത്രമേ അവർ ചോദിക്കണുള്ളൂ. മാക്സിമം എല്ലാവരും എടുക്കാൻ ശ്രമിക്കുക. ഞാൻ എന്തായാലും എടുക്കാനായിട്ട് നോക്കണില്ല അത്. പിന്നെ അടുത്തായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ വേൾഡ് വൈഡ് വന്നിട്ടുണ്ട് പ്ലെയർ ഓഫ് ദി വീക്ക്. ഇതിൻ്റെ അകത്ത് ഒരു പ്ലെയറിനെ ജസ്റ്റ് ഒന്ന് കറക്കി നോക്കി നമുക്ക് കിട്ടി. അപ്പോൾ ആർക്കൊക്കെ ഏത് പ്ലെയറിന് വേണ്ടിയിട്ടാണ് ആരെങ്കിലും കറക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എനിക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഇരിക്കുന്ന പ്ലെയറിനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ മധുക്കേക്ക് വേണ്ടിയാണ് കറക്കിയത്. പക്ഷേ എനിക്ക് ബാഡ് ലക്കിനേക്ക് കിട്ടിയത് വേറെ ആളായി പോയി. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ക്ലബിൻ്റെയും കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ഇതിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത പ്ലെയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. താല്പര്യമുള്ള ഇതും 11 ലക്കാണുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതും എടുക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് 100 ടോക്കൺ ജസ്റ്റ് സ്പിൻ ചെയ്യുക. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു നെയ്മറിൻ്റെയും കാര്യങ്ങളും കിട്ടാറുണ്ട്. ഈ ഒരു നെയ്മറിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ടോക്കൺ കിട്ടും. നമ്മൾ ആ ടോക്കൺ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കറക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ നെയ്മറെ കിട്ടും. ലക്കുള്ളവർക്ക് നെയ്മറെ കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലോണം കളിക്കുക. നിങ്ങൾ ഡിവിഷനൊക്കെ നല്ലോണം കളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്പിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെ സ്പിൻ ചെയ്ത് നെയ്മറെ കിട്ടിയവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഷോർട്ട് ടൈം കാർഡാണ് നെയ്മറിനെ കൊണ്ടുവന്നേക്കണത്. കുഴപ്പമില്ല, നമുക്ക് കിട്ടും. ലക്കുള്ളവർക്ക് കിട്ടും. അത്രേ ഉള്ളൂ. കുഴപ്പമില്ല. മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങാനും കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അത്രേ ഉള്ളൂ. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലെയറിനാണെന്നുണ്ടെങ്കിൽ ഒരു ഗോൾ കീപ്പറാണ്. നമുക്ക് ഈ ഒരു പ്ലെയറിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 ലാക്കിൽ കയറി കഴിഞ്ഞാൽ ഡിവിഷനിൽ 5 ലാക്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലെയറിനെ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം കളയാണ്ട് കയറാൻ നോക്കുക. പിന്നെ അടുത്ത നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിഗ്നേച്ചർ ഗോൾ കൊളാബ് അങ്ങനെ കൊളാബറേഷൻ എന്നൊക്കെ പറഞ്ഞൊരു കോൺട്രാക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്തായാലും കുഴപ്പമില്ല. അത്യാവശ്യം പ്ലേയേഴ്സൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടൂർണമെൻറ്റും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാക്സിമം എല്ലാവരും കളിക്കുക. പ്രത്യേകിച്ച് വലിയ പാടൊന്നുമില്ല. ആയിട്ട് കളിക്കണമെങ്കിൽ ആയിട്ട് കളിക്കുക. പിന്നെ നമുക്ക് PvP ആയിട്ട് അങ്ങനെ എന്തൊക്കെയോ സംഭവം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് എനിക്ക് അറിയാൻ പാടില്ല സംഭവം. അപ്പോൾ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാമ്പ്യൻഷിപ്പ് ക്ലബിൻ്റെ ഇവൻ്റാണ് സംഭവം. അപ്പോൾ മാക്സിമം അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിൽ കുറേ തെറ്റും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എല്ലാം പറഞ്ഞ കണക്ക് ഓക്കെ ബൈ. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ഓക്കെ ബൈ.